കഴിഞ്ഞ ദിവസങ്ങളിലായി വാർത്താമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്ന പ്രധാന സെൻസേഷണലായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു വാർത്തയാണ് മന്ത്രി വീണ ജോർജ് അതീവ ഗുരുതരാവസ്ഥയിൽ ICUയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മന്ത്രിയെ സന്ദർശിക്കുന്നു. അങ്ങനെ ഒരു ന്യൂസ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് വധശ്രമത്തിന് കേസെടുക്കണമെന്നുള്ള സമ്മർദ്ദം, ആഭ്യന്തരത്തിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം. അവസാനം മെഡിക്കൽ റിപ്പോർട്ടുകൾ എടുത്തു നോക്കുമ്പോൾ മന്ത്രി വീണ ജോർജിന് ഒരു ചുക്കുമില്ല. യാതൊരുവിധ പ്രശ്നങ്ങളും അവരുടെ റെക്കോർഡുകളിലൊന്നുമില്ല. ഉന്നതപരമായിട്ടുള്ള ആരോഗ്യ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുതൽ ആവശ്യങ്ങൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ മാറ്റേണ്ട സാഹചര്യം ഒന്നും നിലവിലില്ല. കാരണം അവർക്ക് പ്രത്യേകിച്ച് വലിയ രീതിയിൽ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. കാരണം ആ വിഷ്വൽസ് ഒക്കെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രോട്ടോകോൾസ് ഒന്നും ലംഘിച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ മന്ത്രി വീണ ജോർജിന് കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും പിഴവുകളില്ല. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ ആക്രമണങ്ങളും വീണ ജോർജിന് ഏറ്റിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇത് പൊതുവെ വന്ന് പൊതുവിടത്തിലേക്ക് മന്ത്രി പറഞ്ഞതൊക്കെ പച്ച കള്ളമാണെന്ന് പറയാൻ ഉള്ള ഒരു മടി. കാരണം പറഞ്ഞു വരുമ്പോൾ ഭരണപക്ഷത്തിന്റെ പോലീസല്ലേ, വീണ്ടും ഇതേ ഉദ്യോഗങ്ങളിലൊക്കെ ഇരിക്കേണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ടായിരിക്കാം അവർക്കിത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ മന്ത്രി വെളുപ്പാൻ കാലത്ത് തന്നെ എനിക്കൊന്നും മാധ്യമങ്ങളുടെ ഒന്നും പിടിപെടാതിരിക്കാനായിരിക്കാം വെളുപ്പാൻ കാലത്തുള്ള ഒരു ഓടിപ്പോ 4 മണിയോടുകൂടി മന്ത്രി അവിടെ നിന്ന് പോയി എന്നാ പറയുന്നത്.